വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. നമ്മളിന്ന് ബിടെക്കിനും ഡിപ്ലോമയ്ക്കും എല്ലാം DC മെഷീൻസ് എന്ന ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. അതിന്റെ പാർട്ട് 1 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ വോൾട്ടേജ് ബിൽഡിംഗ് എ പ്രോസസ് ഇൻ എ DC ഷണ്ട് ജനറേറ്റർ. ഒരു DC ഷണ്ട് ജനറേറ്ററിനകത്ത് വോൾട്ടേജ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അതിന് വെറൈറ്റി ആയിട്ടുള്ള 2 ആൻസേഴ്സ് നോക്കാം. ഈ ആൻസേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതി ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഡീപ്പ് സ്റ്റഡിയിലേക്കല്ല, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആണ് റെഫർ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ armature generates a flux and it will add with the field flux and the net flux will be increases further. This process will be a repeating until the actual terminal voltage is reached. അപ്പോൾ നമ്മുടെ ഒരു ജനറേറ്ററിന്റെ ആർമേച്ചർ കണ്ടക്ടർ നമ്മൾ ആദ്യമേ കറങ്ങി തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ചെറിയ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് റെസിഡ്യൂവൽ വോൾട്ടേജ് ഉണ്ട്. ആ റെസിഡ്യൂവൽ വോൾട്ടേജ് വെച്ച് ചെറിയൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഇതിന്റെ റൈസ് ചെയ്യുന്നതനുസരിച്ച് ആർമേച്ചർ ജനറേറ്റ് ചെയ്യുന്ന, അതായത് റെസിഡ്യൂവൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫീൽഡിന്റെ സഹായമില്ലാതെ ആർമേച്ചർ കണ്ടക്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ്, വളരെ ചെറിയ വോൾട്ടേജ് ആയിരിക്കും അത്. അപ്പൊ ആ വോൾട്ടേജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്കി ഇതിനെ ഒന്ന് എയ്ഡ് ചെയ്ത് കൊടുക്കുകയും അതിനനുസരിച്ച് ആ ഫീൽഡ് ഫ്ലക്സ് കൂടുകയും ആ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നു. വോൾട്ടേജ് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടി വരുന്നു, അതനുസരിച്ച് കണ്ടക്ടർ തന്നെ കട്ട് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടി വരുന്നു. ആ റൈസിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയി കൂടി നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് എത്തുന്നത് വരെ അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഇൻ അതർ വേർഡ്സ് നമുക്ക് അടുത്ത വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. The voltage build-up in a DC shunt generator depends on the presence of a residual flux in the poles of the generator. When the generator first starts to turn, an internal voltage will be generated, which is given by EA is equal to K phi residual omega. This will be voltage appears with the terminals of generator. Okay. അപ്പോൾ നമുക്ക് the voltage build up in a DC shunt generator depends on the presence of a residual flux. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. എങ്ങനെയാണ് ഒരു റെസിഡ്യൂവൽ ഫ്ലക്സിന്റെ സഹായം കൊണ്ട്, അതായത് ആർമേച്ചർ കറന്റ് ഉണ്ടാകുന്ന റെസിഡ്യൂവൽ ഫ്ലക്സിന്റെ സഹായം കൊണ്ട് ജനറേറ്റർ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു ചെറിയ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യും. ആ ബിൽഡപ്പ് ചെയ്യുന്ന ജനറേറ്റർ വോൾട്ടേജ് ചെയ്യുന്നു ഒരു റെസിഡ്യൂവൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത്, കോൺസ്റ്റന്റ് റെസിഡ്യൂവൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അപ്പൊ ഇത് കൂടുന്നതനുസരിച്ച് ആദ്യം ചെല്ലുന്ന ചെറിയ വോൾട്ടേജ് നമ്മൾ ആർമേച്ചറിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നു. അപ്പം വീണ്ടും അത് കുറച്ചുകൂടെ റൈസ് ചെയ്ത് കൊടുക്കുന്നു, എയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചും ഇത് ആർമേച്ചർ ഇങ്ങനെ അതിനെ ആ ഇൻക്രീസ് ചെയ്യുന്നതിനിങ്ങനെ കട്ട് ചെയ്ത് കൂടി അവസാനം ആ റേറ്റഡ് പൊസിഷനിലേക്ക് എത്തുമ്പോൾ സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ റേറ്റഡ് വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Why DC motors are not self-starting? എന്തുകൊണ്ടാണ് ഒരു DC മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് ചെയ്യാത്തത്, അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിങ് ആകാത്തത് എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ആൻസർ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ആൻസർ നമുക്ക് ക്ലിയർ ചെയ്യാൻ നോക്കണം. ഓക്കെ, ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ സ്റ്റാർട്ടർ ഈസ് നെസസറി ടു സ്റ്റാർട്ട് ദ DC മോട്ടോർ ബിക്കോസ് ഇറ്റ് റെസ്ട്രിക്ട്സ് the initial high armature current that exists due to the zero value of starting back EMF and a very low resistance of armature winding. നമ്മൾ ഒരു DC മോട്ടോർ എടുത്തു നോക്കിയാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5 kW ഒരു DC മോട്ടോറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ohmനോ 4 ohmനോ താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും 1 ohm 2 ohmന് താഴെയുള്ള വാല്യൂ ആയിരിക്കും. ചിലപ്പോൾ മാക്സിമം പോയാൽ ഒരു 4 ohmൽ താഴെയുള്ള വാല്യൂ. അപ്പൊ നമ്മളൊരു 220 വോൾട്ട് DC വോൾട്ടേജ് അവിടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു 220 ഡയറക്റ്റ് ആയിട്ട് ആർമേച്ചർ കറണ്ടിലേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കാം നിങ്ങൾക്ക് ഊഹിക്കാം. ആസ് പെർ ഓംസ് ലാ V/R ഈസിക്കൽ ടു I എന്നാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എത്രയായിരിക്കും? ഒരു 1 ohm ആണെന്ന് നോക്കിയാൽ 220 വോൾട്ട് 1 ohm ആണെങ്കിൽ നമുക്ക് 220 ആംബിയർ ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹൈ ആംബിയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിനെ
നമ്മുടെ മെഷീനെ അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈയോ അല്ലെങ്കിൽ നമ്മുടെ കേബിളിനെ ഫ്യൂസിനെ ഒക്കെ ബേണാക്കി കളയും. അപ്പൊ അങ്ങനെ വരുന്നതായിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു സ്റ്റാർട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റാർട്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യം ഫീൽഡിലേക്ക് സപ്ലൈ ചെല്ലുകയും, ഫീൽഡ് എന്ന് പറയുന്ന ഒരു ആർമേച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഹൈ വാല്യൂ ഉള്ള, ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു വൈൻഡിങ് ആണ്. അപ്പോൾ ആ ഹൈ റെസിസ്റ്റൻസിലേക്ക് ആദ്യം ചെല്ലുകയും പിന്നീട് അതിനുശേഷം ആ ഷണ്ട് മോട്ടറിനെ അത് പാരലായിട്ട് ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്ലക്സ് ഉണ്ടായി അത് കട്ട് ചെയ്ത് കണ്ടക്ടർ മൂവ് ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട്, അതാണ് സ്റ്റാർട്ടർ ഈസ് നെസസറി ടു സ്റ്റാർട്ട് ദ ഡിസി മോട്ടോർ ബിക്കോസ് ഇറ്റ് റെസ്ട്രിക്ട്സ് ദ ഇനിഷ്യൽ ഹൈ ആർമേച്ചർ കറണ്ട് ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ദി സീറോ വാല്യൂസ് ഓഫ് സ്റ്റാർട്ടിംഗ് ബാക്ക് EMF. എന്താണ് ബാക്ക് EMF? ആ ആർമേച്ചർ കണ്ടക്ടറുകൾ സ്വന്തമായി ജനറേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഇതിന്റെ ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുകയാണ്. ആ ഇതിനെയാണ് EMF-നെയാണ് എന്തെന്ന് ബാക്ക് EMF എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് നമുക്ക് വേറൊരു രീതിയിൽ ആൻസർ പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾസ് ആണ് വന്നത്. when a DC voltage is applied to the motor's armature, a current flows through the winding. This current generates a magnetic field which interacts with the magnetic field of the stator, either from permanent magnets or field windings. This interaction produces a torque that initiates the rotation. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബാക്ക് EMF-നെ ഒന്നുകൂടെ ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോട്ടറിന്റെ ആർമേച്ചറിനകത്ത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയും ആ കറണ്ട് എന്ന് പറയുന്ന ത്രൂ ആ വൈൻഡിങ്ങിനകത്തൂടെ കറണ്ട് പോകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ സാധനം എന്ത് ചെയ്യുന്നു, നമ്മൾ ഫീൽഡിന്റെ സ്റ്റേറ്ററിലേക്കുള്ള എന്ത് ചെയ്യുന്നു, അതായത് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആയാലും ശരി, അതിന്റെ വൈൻഡിങ് ആയാലും ഫീൽഡ് വൈൻഡിങ് ആയാലും ശരി, അതിനെ ഓപ്പോസ് ചെയ്യും. This interaction produces a torque that initiates the rotation. Okay, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഉപയോഗിക്കാൻ വേണ്ടി. ഇതിപ്പം 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വലുതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ജസ്റ്റ് 1-2 വരിയിൽ നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഇത് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ശരിക്കും നമ്മുടെ മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ചുമ്മാ എഴുതി ഫലിപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ആദ്യം അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എത്തുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്കും കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു.